കൊണ്ടാണല്ലോ കളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിലപാടുണ്ട്. അതെന്താണെന്നറിയോ? അവിടത്തെ ഒരു മകൻ അവിടുന്ന് അധികം കൊച്ചായിരിക്കുമ്പോ തന്നെ അള്ളാഹുവിങ്കിലേക്ക് പോയി. അങ്ങനെ ആ മകന്റെ പ്രിയപ്പെട്ട മകന്റെ മയ്യത്ത് മടിയിൽ വെച്ചുകൊണ്ട് ആ മകന്റെ മുഖത്തേക്ക്, നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരൊലിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനായ പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സന്ദർഭത്തിലാണ് ആളുകൾ യാദൃശികമായിട്ട് ഗ്രഹണമുണ്ടാകുന്നത്. അപ്പോ ആളുകൾ പറഞ്ഞു വരുത്തി ആ പ്രവാചകന്റെ കുട്ടി, പ്രവാചകന്റെ മകൻ ഇഹലോകവാസം വെടിഞ്ഞതിനോട് ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതാ അന്തരീക്ഷം, പ്രപഞ്ചം പോലും അതിന്റെ ആ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. ഏത് സന്ദർഭത്തിലാണ്? പ്രവാചകത്വത്തെ തന്നെ നിഷേധിക്കുവാൻ പലരും കച്ചകെട്ടി ഇറങ്ങി. വളരെയേറെ ശത്രുക്കളും അതുപോലെ എതിർപ്പുകളും ഒക്കെയുള്ള വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഈ പ്രചാരണം. ആ പ്രചാരണം വസ്തുതാപരമല്ലെങ്കിലും തൽക്കാലം അതിലൂടെ നമ്മുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കൊരു തണലും ഒരു തുണയും കിട്ടും. അതുകൊണ്ട് കിട്ടുന്നിടത്തോളം അത് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ആളുകൾ ധരിക്കുന്നിടത്തോളം അങ്ങനെ ധരിച്ചു വശാകട്ടെ എന്ന് വെക്കാമല്ലോ. റസൂലുള്ളാഹി അങ്ങനെ വിട്ടില്ല. അവിടെ നിന്ന് മിമ്പറിൽ കയറി സഈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ മിമ്പരി ഫഹമിദല്ലാഹു വഖാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയിട്ട് അല്ലാഹുവിനെ തുതിച്ചതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, സൂര്യനും ചന്ദ്രനുമൊക്കെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ചില ദൃഷ്ടാന്തങ്ങളാണ്. ആരുടെയെങ്കിലും ഒരു മകൻ മരിക്കുകയോ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് സൂര്യനും ചന്ദ്രനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ അബദ്ധ ധാരണയെ അതിന്റെ വേരോടെ പിഴുതുമാറ്റാൻ പ്രവാചകൻ ശ്രമിച്ചു. അങ്ങനെ അവിടെ നിന്ന് ചെയ്തില്ല എങ്കിൽ അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന് ഗുണം കിട്ടുമല്ലോ, തന്റെ പ്രവാചകത്വത്തെ എതിർക്കുന്നവർ വരെ ഒന്ന് മൗനികളാകുമല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം പാലിച്ചിരുന്നുവെങ്കിൽ അത് വലിയ ഒരു അബദ്ധ ധാരണയിലേക്ക് പോവുകയും പ്രവാചകൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച നന്മ സമൂഹത്തിൽ ഉണ്ടാകാതെ പോവുകയും ചെയ്യുമായിരുന്നു എന്ന് അവിടെ നിന്ന് വളരെ വ്യക്തമായും മനസ്സിലാക്കി. ഇത് ഈ ഒരു സംഭവം മാത്രമല്ല, ബൈഅത്തുർ റിദ്വാൻ നടന്ന ആ സന്ധി നടന്ന മരമുണ്ട്, വിശുദ്ധ ഖുർആൻ പരാമർശിച്ച വൃക്ഷം. ആ വൃക്ഷത്തെ കാണുമ്പോൾ മറ്റു മരങ്ങളെ കാണുന്നത് പോലെയല്ല. ആളുകൾക്ക്, വിശ്വാസികൾക്ക് ഖുർആനിൽ പരാമർശിച്ച ആ മരത്തിന്റെ ചുവട്ടിലെത്തുമ്പോ എന്തോ ഒരു അനിർവചനീയമായ, ഒരു നിർവചനാതീതമായ ഒരു അനുഭൂതി വിശേഷം റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടു. അല്ല, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അങ്ങനെ വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചില മൂഢധാരണകൾ ഈ വൃക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വരുന്നു എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ അവിടെ നാളെ വിട്ടിട്ട് ആ മരം മുറിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച മരമല്ലേ എന്ന് കരുതി ആ മരത്തെ സംരക്ഷിക്കുവാനും അവിടെ മതിൽ കെട്ടുവാനും അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കുവാനും അതിലൂടെ പ്രവാചക ചര്യയിലേക്ക് ആളുകളെ കൊണ്ടുവരുവാനും എന്നിട്ട് ഇസ്ലാമിക സന്ദേശത്തിലേക്ക് ആളുകൾ എത്തിപ്പെടും അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരം ഉപയോഗപ്പെടുത്താനും അല്ലാഹുവിന്റെ പ്രവാചകനോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സച്ചരിതരായ സഹാബിവര്യന്മാരോ ശ്രമിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയിലൂടെ വല്ല അന്തസ്സും വല്ല അഭിമാനവും വല്ല വിശ്വാസവും വല്ല മഹത്വവും മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിനുണ്ടാക്കാൻ ഒരു ശ്രമവും നമ്മുടെ മുൻകാലത്ത് പണ്ഡിതന്മാർ നടത്തിയിട്ടില്ല. അത്തരം എല്ലാ വാതിലുകളും അവർ കൊട്ടിയടച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണകളുടെ വഴികൾ പൂർണ്ണമായി അടച്ചു കളയാനാണ്, അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാശുണ്ടാക്കാനോ അതിന്റെ പേരിൽ ഖ്യാതി വർദ്ധിപ്പിക്കാനോ അല്ല നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരൊക്കെ ശ്രമിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ ചില അടിസ്ഥാന തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്, അവർക്ക് ചില പവിത്രതകളുണ്ട്, അവർക്ക് ചില സ്ഥാനമുണ്ട്. ഈ സ്ഥാനം അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച സ്ഥാനമാണ്. അതിനേക്കാൾ വലിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ, എന്നിട്ട് ആളുകളുടെ ശ്രദ്ധ പലയിടത്തേക്കും ഛിന്ന ഭിന്നമാക്കുവാൻ, അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസപരമായ അടിത്തറയെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ തകർക്കാൻ ഇടവരുന്ന രീതിയിലുള്ള ചെയ്തികളിൽ മതപണ്ഡിതന്മാർ നേതൃത്വം നൽകുകയോ ഏർപ്പെടുകയോ ചെയ്യരുത് എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ വിനയപൂർവ്വം പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ പോകുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാകല്യമാണ്, മുറിച്ചു വേർപ്പെടുത്താൻ കഴിയാത്ത സാകല്യം. ആ മനുഷ്യന് വേണ്ടിയാണ് അല്ലാഹു ദീന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ദീനിനെ എപ്രകാരമാണോ ആ ദീൻ നിങ്ങൾക്ക് അല്ലാഹു നൽകിയത് അപ്രകാരം ആ ദീനിനെ നിങ്ങൾ പരിപൂർണമായിട്ട് പിന്തുടരണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ